കൂടുതലും ഒറ്റയ്ക്കാണ് ഷോസ് ചെയ്യുന്നത്. മറ്റു ട്രൂപ്പുകളിൽ പോകാനിട്ടാണോ അതോ? അല്ല, പോകാറുണ്ട്. വിളിച്ചാൽ പോവും. കൂടുതലും ഒറ്റക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. പിന്നെ അതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എങ്ങനത്തെ പാട്ടുകളാണ് പാടുന്നത്? കൂടുതൽ മെലഡിയാണ് കൂടുതൽ. ആണല്ലേ, മെലഡീസിനോടാണ് താല്പര്യം. ഇപ്പോൾ എത്രത്തോളം സ്റ്റേജ് ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ടാവും? എണ്ണിട്ടില്ല, അത് എണ്ണിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടെ എറണാകുളം റാസ്മട്ടാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. അവരുടെ കൂടെ പോയപ്പോഴാണ് കൂടുതൽ ഈ കരോക്കെ ട്രാക്കിലേക്ക് കൂടുതൽ മാറിയത്. ഒരു 2-3 കൊല്ലം അടുപ്പിച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഈ ഒറ്റക്ക് പാടാനുള്ള ഒരു സംഭവം കൂടുതൽ വന്നത് അവിടുന്ന്. ഒറ്റക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൂടുതൽ വിശ്വാസം നിന്നത്. അത് പല ടൈപ്പുകൾ പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഓക്കെ, ഒരു ഷോയിൽ തന്നെ പലതായിട്ടുള്ള. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം അല്ലേ? माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं। माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं। देखो कभी तो प्यार से, डरते हो क्यों इकरार से। माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं। खुलता नहीं कुछ दिलरुबा, तुम हमसे खुश हो या हो खफा। तिरछी नजर की अदा, लगते हो क्यों बेजार से। देखो कभी तो प्यार से, डरते हो क्यों इकरार से। माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं।
तुम दो कदम दो सा अगर आसान हो जाए सफर छोड़ो भी दुनिया का डर तोड़ो न दिल इनकार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से എവിടെയായിരുന്നു പാട്ട് പഠിച്ചതൊക്കെ? എവിടെയായിരുന്നു പഠിച്ചത്? കുറച്ച് നാള് കലാഭവനിൽ പഠിച്ചു. പിന്നെ ഒരു മാഷുണ്ടായിരുന്നു ചുണങ്ങമ്പേലില്, അദ്ദേഹം മരിച്ചുപോയി. ഈ രണ്ടുപേർ കലാഭവനിലാണ് കൂടുതൽ നാളെ പഠിച്ചത്? അതെ. എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം? ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, കലാഭവനിൽ പഠിച്ചിട്ടുള്ള ഒരു നല്ല അനുഭവമായിരുന്നു. ഒരുപാട് പിന്നെ എൻ്റെ പോക്ക് വരവ് ബുദ്ധിമുട്ടായതുകൊണ്ട്, കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു. ഇപ്പൊ അല്ലാതെ പഠിക്കുന്നില്ല? ഇല്ല, പഠിക്കുന്നില്ല. പാട്ടുകൾ കൂടുതൽ കേട്ട് പഠിക്കുന്നു. സ്വയം. അതെ അതെ, ഇപ്പൊ സ്വയം ഗുരു അല്ലേ? ഷോസിനൊക്കെ വേണ്ടിട്ട് തന്നെ കൂടുതൽ പഠിക്കുകയാണ്. ആരുടെങ്കിലും ഒക്കെ ഹെൽപ്പ് ചോദിക്കാറുണ്ടോ? കൂടുതലായിട്ട് അങ്ങനെ ഹെൽപ്പൊന്നും ആരോടും ചോദിക്കാറില്ല, സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത്.